കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകത്ത് നാം കാണുന്ന മഹാന്മാരിൽ നിന്ന് അവർ വ്യത്യസ്തരായി. അവർ തകർന്ന ഹൃദയമുള്ളവരും വളരെ സംവേദനക്ഷമതയോടെ നടന്നവരും ആയിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യബോധത്തോടെ അവർ നടന്നു. അത് നമുക്ക് കാണാൻ കഴിയും. അതാണ് പ്രഥമമായ കാര്യമെന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമ്മോട് തുടർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് എങ്ങനെ പങ്കുവെക്കണമെന്ന് എനിക്കറിയില്ല. ഇതിനെ ഗ്രഹിക്കുന്നതിന് കർത്താവിനോട് നാം സംവേദനക്ഷമതയുള്ളവരായിരിക്കേണ്ടത് അനിവാര്യമാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഈ മനുഷ്യന്റെ നിലവിളി സാറാഫുകൾ കേട്ടു. 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കരലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. കർത്താവിന്റെ മഹത്വത്തിന്റെ ദർശനം കണ്ട ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ നിലവിളി ഉയർന്നു വന്നത് എന്ന് നാം ഓർക്കണം. വിശുദ്ധന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിലവിളിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. തുടർന്ന് നാം ഇങ്ങനെ യെശയ്യാവ് 6-ാം അധ്യായം 6 മുതൽ 7 വരെ വാക്യങ്ങളിൽ വായിക്കുന്നു: അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കരലെടുത്തു കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്കു തൊടുവിച്ചു. ഇതാ, നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കരലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്കു തൊടുവിച്ചു എന്ന് തുടർന്ന് നാം കാണുന്നു. എന്തുകൊണ്ടാണ് അധരങ്ങളെ മാത്രം സ്പർശിച്ചത്? ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ള മനുഷ്യനാണെന്ന് താൻ പറഞ്ഞതുകൊണ്ടാണോ? ഇതിന് ആഴമായ ഒരു അർത്ഥമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത് യെശയ്യാവ് നിലവിളിച്ച് താൻ അശുദ്ധമായ അധരങ്ങളുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞതുകൊണ്ടല്ല. അതിന്റെ പിന്നിലുള്ള പൊരുൾ അതിലും ഉപരിയായത് ആയിരുന്നു. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത് എന്ന തിരുവെഴുത്തിനെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ഒരു മനുഷ്യൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് നാം ഇവിടെ കാണുന്നു. അതിനാൽ അധരങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തെയാണ് കുറിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സാറാഫുകൾ വലിയ ബലിപീഠത്തിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് യെശയ്യാവിന്റെ അധരങ്ങളെ സ്പർശിച്ചത്. ആ തീക്കനൽ ഈ മനുഷ്യന്റെ അധരങ്ങളെ സ്പർശിച്ചു. ഞാനിതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം കാണുവാൻ ദൈവാത്മാവ് ഇടയാക്കി. എൻ്റെ ആത്മാവിനോട് ദൈവം ശക്തമായി ഇടപെട്ടു. ആ തീക്കനൽ എരിയുന്ന ഒരു തീക്കനലായിരുന്നു. ആ തീക്കനൽ കൊണ്ടാണ് യെശയ്യാവിന്റെ അധരങ്ങളെ സ്പർശിച്ചത്. ദൈവത്തിന്റെ ബലിപീഠത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു പുതിയ യാഗമുണ്ടായിരുന്നു എന്ന് കാണാൻ നമുക്ക് കഴിയും. ആ തീക്കനൽ തലേ ദിവസത്തെ യാഗത്തിൽ നിന്നല്ല എടുത്തതെന്ന് നാം മനസ്സിലാക്കണം. ഒരു പുതിയ യാഗമുണ്ടായിരുന്ന ആ യാഗപീഠത്തിൽ നിന്നാണ് അത് എടുത്തത്. അത് എരിഞ്ഞുകൊണ്ടിരുന്നു. അത് എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു തീക്കനലായിരുന്നു. ആ സമയത്ത് അത് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ യാഗം ആ സമയത്ത് അർപ്പിക്കപ്പെട്ടതായിരുന്നു. അത് ഇപ്പോൾ ഈ സമയത്തുള്ള യാഗത്തെയാണ് കുറിക്കുന്നത്, പഴയതിനെ അല്ല.
യാഗം ഇപ്പോൾ യാഗപീഠത്തിന്മേൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ കർത്താവ് എന്റെ ഹൃദയത്തെയും എന്റെ അസ്തിത്വത്തെയും ശരിക്കും സ്പർശിക്കുകയുണ്ടായി. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട് എന്ന് വെളിപ്പാട് 5:6 നാം വായിക്കുന്നു. ഇതിനെ കാണുന്നതിന് ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഈ മനുഷ്യനെ ഒരു തീക്കനൽ സ്പർശിച്ചതായി നാം കാണുന്നു. അത് ഇന്നലത്തെ യാഗത്തിൽ നിന്നുള്ള ഒരു കനലല്ല, മറിച്ച് ഒരു പുതിയ യാഗമുണ്ടായിരുന്ന യാഗപീഠത്തിൽ നിന്നുള്ള എരിയുന്ന തീക്കനലാണ്. ആ യാഗപീഠം ഇപ്പോൾ അർപ്പിക്കപ്പെട്ട യാഗത്തിന്റെ രക്തത്താൽ നനഞ്ഞതായിരുന്നു. ഇവിടെ ഒരു പുതിയ യാഗം അർപ്പിക്കപ്പെട്ടതിനാലാണ് കത്തുന്ന തീക്കനൽ ഉണ്ടായിരുന്നത് എന്ന് നാം ഓർക്കണം. ആ യാഗപീഠം ഇപ്പോൾ അർപ്പിച്ച ആ യാഗത്തിന്റെ രക്തത്താൽ പൂർണ്ണമായും നനഞ്ഞിരുന്നു. ചില ഇംഗ്ലീഷ് വിവർത്തനത്തിൽ അത് വളരെ അത്ഭുതകരമായി പ്രതിപാദിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് കുറിക്കുന്നത്. അതൊരു പഴയ യാഗമല്ല. അതാണ് മൂലഭാഷയിൽ അർത്ഥമാക്കുന്നത്. കുഞ്ഞാടിന്റെ യാഗം ഇന്ന് ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ശുദ്ധീകരിക്കുവാനും വിടിയിപ്പാനും ശക്തിയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.